സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം തലക്കെട്ടിൽ കണ്ടതുപോലെ പത്രോസ് പറയുകയാണ് ഇത് അതാണ്, എന്നാൽ പൗലോസ് പറയുകയാണ് ഇത് അത് അല്ല. എന്താണ് ഞാനിവിടെ പറയാൻ പോകുന്ന സന്ദേശത്തിൻ്റെ ചുരുക്കം? നമുക്കറിയാം, പത്രോസ് പ്രസംഗിച്ച സുവിശേഷത്തിൽ നിന്നും വ്യത്യസ്തമായൊരു സുവിശേഷം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ പൗലോസിന് ലഭിച്ചു. അതുകൊണ്ടാണ് ആ കൃപയുടെ സുവിശേഷം നാം ഇന്ന് കേൾക്കുമ്പോൾ ഈ ഒരു തലക്കെട്ടോടുകൂടി കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ലളിതമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. പത്രോസ് പറയുന്നു ഈ പറയുന്നത് അല്ലെങ്കിൽ ഈ സംഭവിക്കുന്നത് അതാണ്. എന്താണത്? നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. 14-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ വന്നു പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളൂവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. കണ്ടോ? ഇതാണ് പത്രോസ് പറഞ്ഞ ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. ഇത് അതാണ്. എന്താണ്? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ സംഭവിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടുകൂടെ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇത് അതാണ്. ഏതാണ്? യോവേൽ പ്രവാചകൻ പ്രവചിച്ചു വെച്ച ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എന്നാണ് പത്രോസ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുകയാണ്, അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. അപ്പോൾ ജോയേൽ പ്രവാചകൻ പ്രവചിച്ചു വച്ചിരിക്കുന്നതിൻ്റെ നിവൃത്തിയാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ പ്രവൃത്തി അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ എന്ന് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയാണ്. അപ്പോൾ പത്രോസ് പറയുകയാണ്, ഇപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവം യാദൃശ്ചിയാ സംഭവിക്കുന്നതല്ല, അല്ലെങ്കിൽ പുതുവീഞ്ഞ് കുടിച്ച് മത്തരായിട്ട് ഞങ്ങൾ സംസാരിക്കുന്ന കാര്യമല്ല. ഇത് അതാണ്. എന്താണ്? യോവേൽ പ്രവാചകൻ പറഞ്ഞ ആ സംഭവത്തിൻ്റെ ഒരു നിവൃത്തിയാണ് ഇവിടെ കാണുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. ഇവിടെ പറയുന്ന ചില പ്രസ്താവനകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ജോയേൽ പ്രവാചകൻ പറഞ്ഞ പ്രസ്താവനകളിൽ പലതും അന്ന്, അതായത് പെന്തക്കോസ്ത് ദിനത്തിൽ അവിടെ നിറവേറുകയാണ്. എന്നാൽ മറ്റുള്ള പല കാര്യങ്ങളും തുടർന്ന് നിറവേറേണ്ടതായിരുന്നു. എന്നാൽ 2000 വർഷമായിട്ടും അതൊന്നും നിവർത്തിച്ചിട്ടുമില്ല. അതെന്താണ്? ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരൊക്കെയും പ്രവചിക്കും, അല്ലെങ്കിൽ വിവിധ ഭാഷകളിൽ സംസാരിക്കും എന്നൊക്കെയും പറഞ്ഞിട്ട് പറയുകയാണ്. 20-ാം വാക്യത്തിൽ പറയുകയാണ്, രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുൻപേ സൂര്യനിരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. കണ്ടോ? അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് ദിനത്തിൽ സംഭവിച്ച കാര്യത്തോടനുബന്ധിച്ച് ദൈവരാജ്യ സംബന്ധമായി ഇനി ഉണ്ടാകാനിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ചന്ദ്രൻ, സൂര്യൻ എന്നിവ ഇരുളായി പോകുന്ന, അല്ലെങ്കിൽ തീയും പുകയും ഒക്കെ നിറയുന്ന ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷം ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ, അവരുടെ പ്രവചനത്തിലുള്ളതനുസരിച്ച് യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ഒരു 7 വർഷത്തെ മഹാപീഡന കാലം യഹൂദനെ കാത്തിരിക്കുന്നു. അതിലേക്ക് നാം കടക്കേണ്ടതാകുന്നു. അതുകൊണ്ട് എന്ത് വേണം? നിങ്ങൾ മാനസാന്തരപ്പെട്ട് ജലസ്നാനം സ്വീകരിച്ച് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശവും കൂട്ടായ്മയും അപ്പം നുറുക്കലും ഒക്കെ ആയി അങ്ങനെ മുന്നോട്ട് പോയി ആ കാലഘട്ടത്തെയും അതിജീവിച്ച് വരാൻ പോകുന്ന ഈ സൂര്യനിരുണ്ടു പോകുന്ന, ചന്ദ്രൻ പ്രകാശം തരാതെ പോകുന്ന ആ കാലഘട്ടത്തെയും അതിജീവിച്ച് ദൈവരാജ്യത്തിലേക്ക് കടക്കണം എന്നുള്ള ഒരു ആഹ്വാനമാണ് പത്രോസ് ഇവിടെ കൊടുക്കുന്നത്. അത് ജോയേൽ പ്രവാചകൻ പ്രവചിച്ചു വെച്ചിരിക്കുന്ന സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ തുടക്കമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി പ്രവചിച്ചു വെച്ചിരിക്കുന്ന ബാക്കി കാര്യങ്ങൾ കൂടി നടക്കണം. എന്നാൽ പ്രിയമുള്ളവരെ,
ഇവിടെ പറയുന്ന അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യത്തിൽ പറയുന്ന ഈ അതിഭയാനകമായ കാര്യങ്ങളൊന്നും തന്നെ ഇന്ന് വരെ ഭൂമിയിൽ നടന്നില്ല. അപ്പോൾ എന്താണ് അതിനിടയിൽ സംഭവിച്ചത്? ഇത് നടക്കാതിരിക്കാൻ കാരണം എന്താണ്? അതുകൊണ്ടാണ് പൗലോസിൻ്റെ ആ സുവിശേഷം, അതെന്ത് സുവിശേഷമാണ്? അതാണ് ഞാൻ ഇവിടെ പരാമർശിച്ച അത് അല്ല എന്ന് പൗലോസ് പറയുന്ന തൻ്റേതായിട്ടുള്ള ആ സുവിശേഷത്തിലേക്ക്, അല്ലെങ്കിൽ തന്നെ ദൈവം വരവേൽപ്പിച്ച സുവിശേഷത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളെ വായിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. യഹൂദമതത്തിലെ എൻ്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദമതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുൻപേ അപ്പസ്തോലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോവുകയും ദമാസ്കസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. പൗലോസ് ഇവിടെ എന്താണ് പറയുന്നത്? അതിൻ്റെ 16-ാം വാക്യത്തിൽ വ്യക്തമായി പറയുകയാണ്, തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന്. കണ്ടോ, പത്രോസും കൂട്ടരും പ്രസംഗിച്ച സുവിശേഷത്തിൽ, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മളവിടെ വളരെ ശ്രദ്ധിച്ചു പഠിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. അവിടെ വന്നുകൂടിയ ജനങ്ങൾ എന്ന് പറയുന്നത് ഇസ്രായേൽ സന്തതികളാണ്. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? എന്നിട്ട് പറയുന്നു 14-ാം വാക്യത്തിൽ പറയുന്നു, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ള ഒരേ പെന്തക്കോസ്ത് ദിനത്തിലെ പെരുന്നാളിന് വേണ്ടി അവിടെ കൂടിയിരിക്കുന്ന യഹൂദരെയാണ് പത്രോസ് അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് പത്രോസ് അഡ്രസ്സ് ചെയ്ത് പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ചാൽ അവിടെ യഹൂദന്മാരോടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളോടാണ് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ മതാനുസാരികളായി ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നവരോടാണ് ഈ പ്രവചനത്തിൻ്റെ നിവൃത്തികളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. 22-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം, ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളുവിൻ. ഇവിടെ ആരോടാണ് പത്രോസ് പറയുന്നത്? ഇവിടെയെല്ലാം ഇസ്രായേൽ പൗരന്മാരെ, യഹൂദ പൗരന്മാരെ എന്നൊക്കെ വിളിച്ചാണ് അഡ്രസ്സ് ചെയ്യുന്നത്. എന്നിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ ഈ 2-ാം അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് തൻ്റെ ജനമായ ഇസ്രായേലിനോടാണ് സംസാരിക്കുന്നത്, യഹൂദന്മാരോട് മാത്രമാണ് സംസാരിക്കുന്നത്. എന്നാൽ പൗലോസ് എന്താണ് പറയുന്നത്? തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന്. കണ്ടോ, ഇവിടെ പൗലോസ് ഈ സുവിശേഷം ആരുടെ ഇടയിലാണ് അറിയിക്കേണ്ടത്? അത് ജാതികളുടെ ഇടയിലാണ്. അത് യഹൂദന്മാരോടല്ല, അല്ലെങ്കിൽ ജാതികളുടെ ഇടയിൽ അറിയിക്കുവാൻ വേണ്ടി തന്നെ തിരഞ്ഞെടുത്തുവെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ ഈ സുവിശേഷം തനിക്ക് എങ്ങനെയാണ് ലഭിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല. ഗലാത്യ ലേഖനം 1-11 വാക്യം. എന്നിട്ട് പറയുകയാണ്, അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. അപ്പോൾ പൗലോസിനെ ഈ സുവിശേഷം ഗ്രഹിപ്പിച്ചത് ഒരു മാനുഷികമായ ബുദ്ധിയല്ല, അല്ലെങ്കിൽ ഇത് തന്നെ ആരും പഠിപ്പിച്ചൊരു കാര്യവുമല്ല എന്ന് വ്യക്തമായി ഗലാത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ പറയുകയാണ്, 12-ാം വാക്യത്തിൽ പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. കണ്ടോ, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സുവിശേഷം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, വെളിപ്പാടിൻ്റെ ആധിക്യത്താൽ ഞാൻ അധികം അഹങ്കരിച്ചു പോകാതിരിക്കുവാൻ, അല്ലേ, സാത്താൻ്റെ ഒരു ശൂലം അദ്ദേഹത്തിന് ദൈവം കൊടുത്തിരിക്കുകയാണ്. കാരണം ഈ വെളിപ്പാടുകൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പൗലോസിന്. പൗലോസ് ഒരു മനുഷ്യനാണല്ലോ, നമ്മെപ്പോലെ സമസ്വഭാവക്കാരനാണ് ഏലിയാവ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെപ്പോലെ സമസ്വഭാവമുള്ള ജഡരക്തത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് പൗലോസും. അപ്പോൾ ദൈവികമായ ഈ അറിവ് തന്നെ അഹങ്കാരത്തിലേക്ക് നയിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ആ വെളിപ്പാടിൻ്റെ ആധിക്യത്താൽ താൻ അധികം നിഗളിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സാത്താൻ്റെ ഒരു ദൂതനെ ദൈവം നിയോഗിച്ചു അദ്ദേഹത്തെ ശല്യം ചെയ്യുവാൻ. കാരണം എന്താ? ആ നിഗളം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ
ഇവിടെ പൗലോസിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സുവിശേഷം ജാതികളുടെ ഇടയിലേക്ക് അറിയിക്കണം. തനിക്കിത് ലഭിച്ചത് എങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാലാണ്. ഇത് ഞാൻ മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല, മനുഷ്യരിൽ നിന്ന് ഗ്രഹിപ്പിച്ചിട്ടുമില്ല. തന്നെയുമല്ല, പിന്നെ പറയുകയാണ്, ഈ സുവിശേഷം തനിക്ക് ലഭിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കാൻ പോയില്ല. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോട് ആലോചന ചോദിക്കാൻ പോയില്ല. കാരണം ഇത് ദൈവം നേരിട്ട് സ്വർഗത്തിൽ നിന്നും നേരിട്ട് നിയമിക്കുന്ന ഒരു അപ്പോസ്തലനാണ്. 12 അപ്പോസ്തലന്മാരെ കർത്താവ് നിയമിച്ചത് ഈ ഭൂമിയിൽ തൻ്റെ കൂടെ ആയിരുന്ന കാലഘട്ടത്തിൽ അവരെ ഓരോരുത്തരെ വിളിച്ച് 12 പേരെ തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ പൗലോസിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയ കർത്താവ്, സ്വർഗത്തിൽ നിന്നുമാണ് ഈ പൗലോസ് എന്ന് പറയുന്ന അപ്പോസ്തലനെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? നേരത്തെ നമ്മൾ തലക്കെട്ടിൽ ചിന്തിക്കുന്ന പോലെ പത്രോസ് പറഞ്ഞു, ഇത് അതാണ് യോവേൽ പ്രവാചകൻ പറഞ്ഞ ആ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് അപ്പോസ്തല പ്രവൃത്തി 2 സംഭവിക്കുന്നത് എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ, ഇത് പൗലോസ് പറയുകയാണ്, ഇത് ആ സംഭവമല്ല. അത് നമുക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും? ഇത് പുതിയതായിട്ടൊന്നാണ് എന്ന് പൗലോസ് പറയുകയാണ്. അതെന്താണ് അങ്ങനെ പറയുന്നത്? നമുക്ക് ഒരു വാക്യം അതിൻ്റെ ആധാരമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഇവിടെ വായിക്കുകയാണ്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും, കണ്ടോ, ജാതികളോടാണ് പ്രസംഗിപ്പാനും, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാലാണ് തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇവിടെ പറയുകയാണ്, ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് ഗ്രഹിപ്പിക്കുവാൻ. മനസ്സിലായോ? ദൈവത്തിൻ്റെ ഈ സുവിശേഷം, തനിക്ക് ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ ലഭിച്ച ജാതികളുടെ ഇടയിൽ താൻ അറിയിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷം, അത് അനാദികാലം മുതലേ ദൈവത്തിൽ മറഞ്ഞു കിടന്നിരുന്നൊരു സുവിശേഷമായിരുന്നു. എന്ന് പറഞ്ഞാൽ എഫേസ്യ ലേഖനം 3-ന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. മനസ്സിലായോ? അതായത് പൂർവ്വകാലങ്ങളിൽ, പണ്ട് കാലങ്ങളിൽ ഇത് ആർക്കും അറിയായി വന്നിരുന്നില്ല, അല്ലെങ്കിൽ ആർക്കും അറിയില്ലായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ടാണ് നാം നമ്മൾ തലക്കെട്ട് കൊടുത്തത് ഇത് അതല്ല. എന്നാൽ പത്രോസ് പറയുന്നു ഇത് അതാണ്. ഏതാണ്? യോവേൽ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്ത കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് സാക്ഷിക്കുന്നു എന്ന് പത്രോസ് പറയുമ്പോൾ, പൗലോസ് എന്താ പറയുന്നത്? ഇത് പൂർവ്വകാലങ്ങൾക്ക് മറഞ്ഞിരുന്നതാണ്, ആർക്കും അറിവില്ലാതിരുന്നതാണ്. പ്രവാചകന്മാരുടെ ലിഖിതത്തിൽ ഇത് ഈ സംഭവം നോക്കിയാൽ നമ്മൾ കാണാൻ കഴിയുകയില്ല എന്ന് പൗലോസ് വളരെ വ്യക്തമായി ഇവിടെ പറയുകയാണ്. കാരണം പൂർവ്വകാലങ്ങളിൽ എന്തായിരുന്നു? ഇത് മറച്ചു വെക്കപ്പെട്ട ഒന്നായിരുന്നു. എന്നാൽ ദൈവം തൻ്റെ പരമാധികാരത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറച്ച് മാർമികമായി രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു സുവിശേഷം, അത് ഈ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതാണ് നമ്മളിവിടെ വായിച്ചത്. ദൈവത്തിൽ അനാദികാലം മുതലേ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കണം. കണ്ടോ, ഈ മറഞ്ഞു കിടന്ന മർമ്മത്തിനൊരു വ്യവസ്ഥയുണ്ട്. മറച്ചു വച്ചിരുന്ന ഈ രഹസ്യ സ്വഭാവമുള്ള ഒരു സുവിശേഷത്തിൽ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അത് എന്താണ് എന്ന് ജനത്തെ ഗ്രഹിപ്പിക്കുവാനാണ് പൗലോസിനെ ദൈവം അധികാരപ്പെടുത്തിയത്. കാര്യം പിടികിട്ടിയോ? ഇത് പ്രവാചകന്മാരുടെ ലിഖിതത്തിൽ ഉള്ള ഒരു സംഭവമല്ല. ഇത് പ്രവാചകന്മാർക്കും ആർക്കും വെളിപ്പെടുത്താതെ, ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ, പ്രവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രവാചകനായ ദാനിയേലിന് പോലും ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകനോ ജെറമിയ പ്രവാചകനോ എസക്കിയേൽ പ്രവാചകനോ എന്ന് വേണ്ട, സാക്ഷാൽ അബ്രാഹത്തിന് പോലുമോ, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ പൗലോസിന് മുൻപുള്ള 12 അപ്പോസ്തലന്മാരെ പരിശോധിച്ചാലും പൗലോസ് ഇപ്പോൾ പറയുന്ന സുവിശേഷം അവർക്കാർക്കും വെളിപ്പെട്ടിരുന്നില്ല, ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് പൗലോസിൻ്റെ ഈ ലേഖനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പൗലോസ് നുണ പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ലേ? അല്ലെങ്കിൽ നാം ഇന്ന് ക്രിസ്തീയ കുലത്തിൽ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസം ഇതെല്ലാം ഒന്നാണ്, ഇതെല്ലാം ഒരു സുവിശേഷമാണ് എന്ന് ചിന്തിച്ചായിരിക്കുന്നത്. എന്നാൽ പൗലോസ് പറയുകയാണ്, ഞാൻ പറയുന്ന സുവിശേഷം, എൻ്റെ സുവിശേഷം എന്നൊക്കെ അദ്ദേഹം പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഞാനിത് മാംസരക്തങ്ങളുടെ അനുവാദം ചോദിച്ചില്ല, ഇത് ക്രിസ്തുവിൻ്റെ വെളിപ്പാടലിൽ എനിക്ക് കിട്ടിയ സുവിശേഷമാണ്.
ആ സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്താണ്, ആ സുവിശേഷത്തിൻ്റെ സുവിശേഷം എന്താണ്, ഇതൊക്കെ നോക്കുമ്പോഴാണ് പത്രോസും പൗലോസും പറഞ്ഞതായിട്ടുള്ള സുവിശേഷത്തിൻ്റെ വ്യത്യസ്തതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, പത്രോസ് പറഞ്ഞു ഇത് അതാണ്. എന്താണ്? യോവേൽ പ്രവാചകൻ പ്രവചിച്ചു വച്ചിരിക്കുന്നതിനനുസരിച്ചുള്ള കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്നാൽ പൗലോസ് പറയുകയാണ് ഇത് പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നതും, പ്രവാചകന്മാർക്കാകട്ടെ മറ്റുള്ള ആർക്കുമാകട്ടെ ഇത് മറഞ്ഞിരുന്നൊരു സത്യമാണ്. അത് പ്രകാശിപ്പിക്കുവാൻ വേണ്ടി തനിക്കാണ് ഈ കൃപ ലഭിച്ചിരിക്കുന്നത്. അതാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. കണ്ടോ, ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് ഈ എല്ലാവർക്കും പ്രകാശിപ്പിക്കാനായി ഈ കൃപ നൽകിയിരിക്കുന്നു. പൗലോസിന് ലഭിച്ചത് ഈ കൃപ എന്തിനാ ലഭിച്ചത്? പൗലോസിനെ അപ്പോസ്തലനായി തെരഞ്ഞെടുത്തത് എന്തിനാ? പൗലോസിന് ദൈവം ഇത്ര മാത്രം വെളിപ്പാടുകൾ കൊടുത്തത് എന്തിനാ? ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അനാദികാലം മുതലേ മറഞ്ഞു കിടന്നൊരു മാർമിക സത്യമുണ്ട്, ഒരു രഹസ്യ സത്യമുണ്ട്. അത് പൂർവ്വകാലങ്ങളിൽ ആരും അറിഞ്ഞിരുന്നില്ല. ഇത്തിരി കടത്തി പറഞ്ഞാൽ അത് സാത്താൻ പോലും അറിഞ്ഞിരുന്നില്ല. ഈ ലോകത്തിൻ്റെ ഒരു അധികാരികളും അറിഞ്ഞിരുന്നില്ല. കാരണം ക്രൂശിൽ എല്ലാവരും നോക്കുമ്പോൾ ഇതാ കർത്താവായ യേശു ക്രിസ്തു പരാജിതനായി ക്രൂശിൽ കിടക്കുന്നു. എന്നാൽ സത്യത്തിൽ അത് ഏറ്റവും വലിയൊരു വിജയമായിരുന്നു എന്നുള്ളതാണ് പൗലോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ ലേഖനത്തിൽ പരിശോധിക്കുമ്പോൾ കാണുന്നത്. അവിടെ കർത്താവ് ജയോത്സവം കൊണ്ടാടി, ശത്രുക്കളെ അവരുടെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ട് ജയഘോഷം മുഴക്കുന്നൊരു കർത്താവിനെയാണ് നമുക്ക് കാൽവരി കുരിശിൽ കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, പത്രോസ് പറഞ്ഞ സുവിശേഷവും പൗലോസ് പറഞ്ഞ സുവിശേഷവും രണ്ടാണ് എന്ന് ഞാൻ പറയാനിടയായി തീർന്നു. ഇതെങ്ങനെയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പിന്നെയും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്? നമ്മളൊരു പ്രസ്താവന വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലും കഥ പറഞ്ഞതുകൊണ്ട് കാര്യമായില്ലല്ലോ. വചന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സുവിശേഷത്തിൻ്റെ വ്യത്യസ്തതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പത്രോസിനോട് ജനം ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അതായത് രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? 37-ാം വാക്യം, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, ഏത് കേട്ടിട്ട്? ജോയൽ പ്രവാചകൻ പറഞ്ഞ ആ പ്രവചനമാണ് ഇവിടെ നിവർത്തീകരിക്കുന്നത്. ഞങ്ങൾ പുതുവീഞ്ഞ് കുടിച്ചിട്ട് എന്തെങ്കിലും പിച്ചുമ്പേയും പറയുന്നതല്ല, നിങ്ങൾ ഈ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ആ ക്രൂശമരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ താൻ മശിഹിയാണ് എന്നതിനെക്കുറിച്ചൊക്കെയും പത്രോസ് പ്രസംഗിക്കുമ്പോൾ ഇതെല്ലാം കേട്ട ജനത്തിന് കാര്യം പിടികിട്ടി, ഇസ്രായേൽ ജനത്തിന് കാര്യം പിടികിട്ടി. അതിൽ കുറേ പേര് പത്രോസിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടുവെന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. കണ്ടോ, നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം എന്ന് പറഞ്ഞാൽ ജലത്തിൽ മുങ്ങിപ്പൊങ്ങിയുള്ള ജലസ്നാനം സ്വീകരിക്കണം എന്നുള്ളതാണ് അവിടെ കൂടിയിരുന്ന പെന്തക്കോസ്ത് ദിനത്തിൽ കൂടിയിരുന്ന പത്രോസിന്റെ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യരോട് പറഞ്ഞത്. അവരത് ചെയ്തതും ജലസ്നാനമായിരുന്നു. എന്നാൽ പിന്നെ പറയുകയാണ്, അങ്ങനെ സ്നാനമേറ്റാൽ എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. മനസ്സിലായോ? ഇത് ആർക്കൊക്കെയാണ് ഈ വാഗ്ദത്തം? നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. മനസ്സിലായോ? മറ്റു വാക്കുകളാലും എന്ന് പറഞ്ഞാൽ മറ്റു വചനങ്ങളാലും അവൻ സാക്ഷ്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ മറ്റുള്ള വാക്യങ്ങളെ ഉദ്ധരിച്ച്, സങ്കീർത്തനങ്ങളെ, പ്രവാചക ഗ്രന്ഥങ്ങളെ, യോവേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തെ എല്ലാം എടുത്ത് ഉദ്ധരിച്ചിട്ടാണ് പത്രോസ് പറയുന്നത്, ഇങ്ങനെ നിങ്ങൾ മാനസാന്തരപ്പെടണം, ജലസ്നാനം സ്വീകരിക്കണം, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും എന്നിത്യാദി കാര്യങ്ങളൊക്കെയും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പം ആദ്യം ഈ സമൂഹം എന്ന് പറഞ്ഞാൽ ആ ചെറിയ ആട്ടിൻകൂട്ടം എന്ന് പറയുന്ന ആ സമൂഹം പത്രോസിന്റെ ഉപദേശം കേട്ട് ഇന്നിത്യാദി കാര്യങ്ങളെ ചെയ്യുവാനിടയായിത്തീർന്നു. അപ്പോൾ പത്രോസിനോട് ചോദിച്ചു, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? സഹോദരന്മാരെ, ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പത്രോസിന്റെ മറുപടിയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ജലസ്നാനം സ്വീകരിക്കണം, തുടർന്ന് ഇത്യാദി കാര്യങ്ങളെ ചെയ്യണം. എന്നാൽ പൗലോസിനോട് ചോദിക്കാം, പൗലോസെ, ഞങ്ങൾ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പൗലോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന രക്ഷയെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോഴാണ് അവിടെ ചില വ്യത്യസ്തതകൾ കാണുന്നത്. കാരണം പൗലോസ് പറഞ്ഞു, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതായ സുവിശേഷം പിടിച്ചു കൊണ്ടാൽ നന്ന്. അപ്പോൾ പത്രോസ് പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ എന്ത് കാര്യമാണ് പൗലോസ് പറഞ്ഞത്? നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിലേക്കൊന്ന് കടന്നു വരാം. അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളെന്ന് വായിക്കുമ്പോൾ, എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും
നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സുവിശേഷമാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുന്നതായ സുവിശേഷം നിങ്ങൾ മുറുകെ പിടിക്കണം. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുന്നതായ സുവിശേഷം എന്തെന്നാണ് അദ്ദേഹം പറഞ്ഞത്? ഇവിടെ ക്രിസ്തുവിൻ്റെ ക്രൂശാണ് നമ്മുടെ രക്ഷയ്ക്ക് ആധാരമായ സുവിശേഷം. അപ്പോൾ എൻ്റെ പാപത്തിന് വേണ്ടി യേശു ക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നു എന്നുള്ള വിശ്വാസത്തോടും യഥാർത്ഥമായിട്ടുള്ള തിരിച്ചറിവോടും കൂടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുമ്പോഴാണ് ദൈവം തുടർന്നുള്ള കാര്യങ്ങളെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ വിശ്വാസത്താൽ കൃപയാൽ വിശ്വാസത്താലാണ് നമുക്ക് രക്ഷ കൈവന്നത്. മനസ്സിലായോ? എന്നാൽ പത്രോസിന്റെ സുവിശേഷത്തിൽ കൃപയാലല്ല രക്ഷ വന്നത്, ആ കൃപയാലും പ്ലസ് പ്രവൃത്തിയാലുമാണ് രക്ഷ. കാരണം വിശ്വസിക്കുകയും ജലസ്നാനം സ്വീകരിക്കുകയും തുടർന്ന് ചില കാര്യങ്ങൾ കർത്താവ് ഉപദേശിച്ചതിന് പ്രകാരമുള്ള ചില കാര്യങ്ങളെ ചെയ്താൽ മാത്രമാണ് അവർക്ക് ദൈവരാജ്യം എന്ന് പറയുന്ന 1000 ആണ്ടിലേക്ക് കടക്കുവാൻ അവർക്ക് കഴിയുകയുള്ളായിരുന്നു. മനസ്സിലായോ? എന്നാൽ പൗലോസ് പറയുന്നത് ഇങ്ങനെ ഉള്ള ഒരു രക്ഷാമാർഗത്തിലൂടെ നേരെ സ്വർഗരാജ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ 1000 ആണ്ടിലേക്ക് കടക്കുവാൻ വേണ്ടിയിട്ടല്ല. പൗലോസിന്റെ സുവിശേഷം പരിശോധിക്കുമ്പോൾ നമുക്കുള്ളത് സ്വർഗീയ പൗരത്വമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളെ വായിച്ചു. അവിടെ നാം രക്ഷിക്കപ്പെടുന്നതായ സുവിശേഷം എന്തെന്ന് പറഞ്ഞു. കർത്താവിന്റെ ക്രൂശാണ് അവിടെ സുവിശേഷം. ആ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്ന മാത്രയിൽ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയാണ്. മനസ്സിലായോ? ഇവിടെ പറയുന്നു, ഇവിടെ ജലസ്നാനം ഏറ്റതിന് ശേഷമല്ല നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. എന്നാൽ പത്രോസിന്റെ സുവിശേഷത്തിൽ ജലസ്നാനം ഏറ്റവർക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്ന് പറഞ്ഞത്. എന്നാൽ പൗലോസ് പറയുകയാണ്, ഇവിടെ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം കേട്ട് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായോ? കൃത്യമായി മനസ്സിലാക്കണമേ. നമുക്ക് വാക്യങ്ങളൊന്ന് ചിന്തിക്കാം. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായി വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ സത്യസുവിശേഷം കേട്ടു. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ സുവിശേഷം എന്താണ്? രക്ഷിക്കപ്പെടുന്ന സുവിശേഷം എന്താണ്? കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഗുഡ് ന്യൂസ്. ആ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിടുന്നു എന്നുള്ളത് കാണുന്നു. അപ്പോൾ തന്നെ മറ്റൊരു സംഭവം കൂടി സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലേക്ക് ഒന്ന് വരുമ്പോൾ, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റു. കണ്ടോ? നാം സത്യസുവിശേഷം വിശ്വസിച്ച മാത്രയിൽ നാം ജലത്തിലല്ല സ്നാനപ്പെട്ടത്. ഇവിടെ പറയുന്നു ഏക ആത്മാവിനാൽ സ്നാനമേറ്റു. ബൈബിളിൽ അനേകം സ്നാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ജലസ്നാനമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമുണ്ട്, അഗ്നിയാലുള്ള സ്നാനമുണ്ട്. യേശുക്രിസ്തു പറഞ്ഞു എനിക്കൊരു സ്നാനം സ്വീകരിക്കുവാനുണ്ട്, അത് മരണം എന്ന സ്നാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇങ്ങനെ സ്നാനം എന്ന് പറയുമ്പോൾ തന്നെ ജലമില്ലാതെയുള്ള മറ്റുള്ള അനേകം സ്നാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ പൗലോസിന് വെളിപ്പെട്ട ഈ സുവിശേഷത്തിൽ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ ജലത്താലുള്ള സ്നാനമല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. സുവിശേഷം കേട്ട് വിശ്വസിക്കുന്ന മാത്രയിൽ ദൈവത്തിൻ്റെ ആത്മാവിനാലുള്ള സ്നാനത്തെക്കുറിച്ചാണ് പൗലോസിലൂടെ പരാമർശിക്കുന്നത്. അപ്പോൾ പത്രോസ് പറഞ്ഞ സുവിശേഷത്തിലെ സ്നാനവും പൗലോസ് പറയുന്ന സുവിശേഷത്തിലെ സ്നാനവും വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചു തരാൻ ഇടയായ സംഭവം. മനസ്സിലായോ? അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ കൃപയാൽ ഒരു പ്രവൃത്തിയും കൂടാതെ, അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-9 വാക്യത്തിൽ നമ്മൾ കൂടെ വായിക്കുന്നത്. 8-ാം വാക്യം, കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ സൗജന്യമായി ലഭിക്കുന്ന രക്ഷയും, അതോടൊപ്പം തന്നെ ഗലാത്യ ലേഖനം 3-ന്റെ 20-ാം വാക്യത്തിൽ പറയുന്നത് പോലെ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. മനസ്സിലായോ?
നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, നാം ഈ ഭൂമിയിലുള്ളതല്ല. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ ഈ ഭൂമിയിലുള്ളതല്ല, ഉന്നതത്തിലുള്ളതിനെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ പറയുകയാണ് പൗലോസ്. എന്നാൽ പത്രോസ് എന്താണ് പറയുന്നത്? പത്രോസിന്റെ പ്രത്യാശയെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. പത്രോസ് പറയുകയാണ്, പത്രോസ് തൻ്റെ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ പത്രോസ് കാത്തിരിക്കുന്നത് എന്തിനാ? നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് അദ്ദേഹം കാത്തിരിക്കുന്നത്. എന്നാൽ പൗലോസ് പറയുന്നു, നിങ്ങൾ ഈ ഭൂമിയിലുള്ളതല്ല, പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടിയല്ല നമ്മൾ കാത്തിരിക്കുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അതുകൊണ്ട് നമ്മൾ ആരെ കാത്തിരിക്കുകയാണ്? കർത്താവ് നമ്മെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരുന്നത് കാത്തിരിക്കുകയാണ്. അപ്പോൾ പൗലോസിന്റെ സുവിശേഷ പ്രകാരം ഒരുവൻ രക്ഷ ഏറ്റെടുത്താൽ പോകുന്നത് നേരെ സ്വർഗത്തിലായിരിക്കും. എന്നാൽ പത്രോസിന്റെ സുവിശേഷ പ്രകാരം ഒരുവൻ രക്ഷിക്കപ്പെടുന്നുവെങ്കിൽ അവൻ പോകുന്നത് എങ്ങോട്ടാണ്? ദൈവരാജ്യം എന്ന് പറയുന്ന 1000 ആണ്ടിലേക്കാണ്. പൗലോസിന്റെ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നവനോ അവന് സൗജന്യമായ ഒരു പ്രവൃത്തിയും കൂടാതെ വിശ്വാസം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മെ ദൈവം തന്നെ സ്നാനപ്പെടുത്തി ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി തീർത്ത് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ പത്രോസിലൂടെ പ്രസംഗിച്ച മണവാട്ടി സഭയുടെ ഉപദേശമല്ല പൗലോസിലൂടെ പ്രസംഗിച്ച ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഉപദേശം. അതുകൊണ്ട് മണവാട്ടി സഭ എന്നുള്ളത് ദൈവത്തിന്റെ പ്രവചനാടിസ്ഥാനത്തിലുള്ള പദ്ധതി ആയിരുന്നുവെങ്കിൽ, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പദ്ധതി പൗലോസിലൂടെ ദൈവം വെളിപ്പെടുത്തിയ മാർമിക സത്യമായിരുന്നു. പത്രോസ് പ്രസംഗിച്ചത് അക്കോർഡിംഗ് ടു ദി പ്രോഫസി പ്രോഗ്രാം. മനസ്സിലായോ? പ്രവചനാടിസ്ഥാനത്തിലുള്ള ഒരു പദ്ധതിയിലാണ് ദൈവം പത്രോസിനെ നിയമിച്ചത്. എന്നാൽ പൗലോസ് പറയുന്നു അക്കോർഡിംഗ് ടു ദി പ്രൊഫസി അല്ല, ഇത് അക്കോർഡിംഗ് ടു ദി മിസ്റ്ററി ആണ്, മിസ്റ്ററി റെവലേഷൻ ആണ്. മറഞ്ഞിരുന്നൊരു മാർമിക സത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇന്ന് നിലവിലുള്ള ഈ കൃപയുടെ സുവിശേഷ അടിസ്ഥാനമാക്കി പൗലോസ് പറയുകയാണ്, മറ്റൊരു സുവിശേഷമില്ല. മനസ്സിലായോ? ഇന്ന് 12 അപ്പോസ്തലന്മാർ പ്രവചിച്ച് അല്ലെങ്കിൽ പ്രസംഗിച്ചു തുടങ്ങിയ സുവിശേഷം ഇന്ന് നിലവിലില്ല. കാരണം എന്താ? യഹൂദന്റെ തിരസ്കരണം മൂലമാണ് ഇത് ജാതികൾക്ക് വേണ്ടി ദൈവം, അവിടെ ജാതിയെന്നോ യവനെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ല, ആർക്കു വേണമെങ്കിലും രക്ഷിക്കപ്പെടാം. അതെങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? പ്രവൃത്തിയാലല്ല, വിശ്വാസത്താൽ. യേശുക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടി പരിഹാരത്തിനായി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആഴമായ വിശ്വാസം ആർക്കുണ്ടാകുന്നുവോ, അത് ഇന്ന സഭയായിരിക്കണമെന്നില്ല, ഇന്ന സംഘടനയായിരിക്കണമെന്നില്ല, ഇന്ന ഉപദേശക്കാരായിരിക്കണമെന്നില്ല, ആരാണോ ഇതിൽ വിശ്വസിക്കുന്നത്. എൻ്റെ ഉദ്ദേശം ഇത്രയുമേ ഉള്ളൂ, ഈ സത്യസുവിശേഷം നിങ്ങളോട് പറഞ്ഞ് എന്നെ ചാരത്തും ദൂരത്തുമായി കേൾക്കുന്നവർ കേട്ട് നിങ്ങൾ രക്ഷിക്കപ്പെടണം. നിത്യതയിൽ എനിക്ക് അവിടെ നിങ്ങളെ കാണണം, പരസ്പരം നമുക്ക് കാണണം. 10 പേരെ ഞാൻ നേടിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോയി ഞാൻ നിൽക്കുമ്പോൾ എനിക്കുള്ള പ്രശംസയും കിരീടവും എനിക്കുള്ള സമ്പത്തും സ്വത്തുമെല്ലാം ആ രക്ഷിക്കപ്പെടുന്നവരുടെ അടിസ്ഥാനത്തിലാണ് എനിക്ക് തരുന്നത്. ഞാൻ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തുവോ, ഞാൻ സുവിശേഷ വേലയിൽ എന്ത് ചെയ്തു, കർത്താവിന് പ്രസാദമാകും വണ്ണം ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തു. ഇതാണ് ദൈവത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ളൊരു ഉദ്ദേശം. ബോഡി ഓഫ് ക്രൈസ്റ്റിലൂടെ അല്ലെങ്കിൽ പൗലോസിലൂടെ വെളിപ്പെടുത്തിയ ഈ അനാദികാലം മറഞ്ഞിരുന്ന ഒരു മാർമിക സത്യം. എൻ്റെ പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധിക്കണമേ. ഇന്ന് ഒരു അവിയൽ പരുവത്തിൽ ഈ ബൈബിള് മുഴുവനും അവിടുന്നും ഇവിടുന്നും വാക്യങ്ങളെ എടുത്ത് അവിയൽ പരുവത്തിൽ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ചിലർ ശബത്തനുസരിച്ച് നടക്കുന്നു, ചിലർ മറ്റുള്ള ആചാരങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു. ഇതെല്ലാം ആ പ്രവചന നിവൃത്തിയുടെ അടിസ്ഥാനത്തിലുള്ള പദ്ധതിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർ അപ്ഡേറ്റ് ആയിട്ടില്ല. ഇന്നും ക്രിസ്തീയഗോളം അപ്പോസ്തല പ്രവൃത്തി 2 വരെ അപ്ഡേറ്റ് ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അന്നാണ് ദൈവസഭ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. എന്നാൽ അന്നല്ല ബോഡി ഓഫ് ക്രൈസ്റ്റ് തുടങ്ങിയത്. അത് നമുക്ക് മറ്റൊരു ദിവസം ചിന്തിക്കാം. മണവാട്ടി സഭയുടെ പണി ദൈവം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ വണ്ണം യഹൂദജനം ഈ രക്ഷയെ തിരസ്കരിച്ചു കളഞ്ഞതുകൊണ്ടാണ് ദൈവം ഈ അനാദികാലം മറഞ്ഞിരുന്നൊരു മാർമിക സത്യം പൗലോസിന് വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, മറ്റൊരു സുവിശേഷമില്ല. ഇവിടെ ഇതാ സൗജന്യ രക്ഷ. അതേക്കുറിച്ച് പൗലോസ് പറയുകയാണ്. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ, പറയുകയാണ്, നിങ്ങൾ വലിയ ബുദ്ധിമാന്മാരാണെന്നൊന്നും നിങ്ങൾ നനയ്ക്കരുത്. ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാം. ഞാൻ അത് പറയുകയാണ്, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം
ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. അപ്പോൾ ജാതികൾക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഈ കൃപായുഗത്തിൽ പൗലോസ് എന്ന് പറയുന്ന അപ്പോസ്തലനെ വെച്ചുകൊണ്ട് ദൈവം ഈ സുവിശേഷം പൂരിപ്പിച്ചു, അല്ലെങ്കിൽ ലോകത്തോട് അറിയിച്ചു. എന്നിട്ട് പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കാൻ ഈ രഹസ്യം നിങ്ങൾ അറിയണം. ഈ ഒരു മാർമിക സത്യം, ഈ ഒരു മിസ്റ്ററി നിങ്ങൾ അറിയണം. എന്താണത്? ഇവിടെ പറയുകയാണ്, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇസ്രായേലിന് പാർഷ്യൽ ബ്ലൈൻഡ്നെസ് സംഭവിച്ചിരിക്കുകയാണ്, ഭാഗികമായ തിമിരം. യേശുക്രിസ്തുവിനെ കുറിച്ച് ഇന്ന് അവരോട് പറഞ്ഞാൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നാം കേരളത്തിൽ നിന്ന് സത്യം മനസ്സിലാക്കുന്ന പോലെ ഒരു യഹൂദന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? ലോകത്തിന്റെ പ്രകാശമായ കർത്താവ് അവരുടെ മുന്നിൽ വന്നപ്പോൾ പോലും അവരുടെ കണ്ണുകൾക്ക് പ്രകാശം ലഭിക്കുവാൻ അവരുടെ ഹൃദയം അവർക്ക് വിലങ്ങുതടിയായിട്ട് നിന്നു. അതുകൊണ്ട് അവർക്ക് കാണുവാൻ പറ്റാത്ത രീതിയിൽ, സ്വർഗീയ സത്യങ്ങളെ കാണുവാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് തിമിരം വന്നുപോയി, പാർഷ്യൽ ബ്ലൈൻഡ്നെസ് അവർക്ക് വന്നുപോയി. അതുകൊണ്ടാണ് ജാതികളായി നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഈ അഹങ്കരിക്കരുത്. നിങ്ങൾക്ക് കിട്ടിയ ഈ വലിയ കാര്യം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യഹൂദന്റെ തിരസ്കരണമാണ് ജാതികൾക്ക് ഈ രക്ഷ ദൈവം കൊണ്ടുവന്നത്. ആ രക്ഷ എങ്ങനെയാണ് വന്നത്? യഹൂദൻ വീണ എടുത്ത് അവരുടെ പ്രോഗ്രാം എടുത്ത് നമുക്ക് തരികയല്ല ചെയ്തത്. റീപ്ലേസ്മെന്റ് തിയോളജി അല്ല ഇവിടെ സംഭവിച്ചത്. യഹൂദൻ വീണു, അവന്റെ അനുഗ്രഹം മുഴുവനും എടുത്ത് എനിക്ക് തന്നു. പണ്ട് നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, പുരകത്തുമ്പോൾ വാഴ വെട്ടുക. യഹൂദൻ വീണപ്പോൾ ആ അനുഗ്രഹം മുഴുവൻ നമുക്ക് കിട്ടി എന്ന് പഠിപ്പിക്കുന്ന റീപ്ലേസ്മെന്റ് തിയോളജി പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതല്ല, ഈ റീപ്ലേസ്മെന്റ് തിയോളജി അല്ല. യഹൂദന്റെ പദ്ധതി ദൈവം അവർക്ക് തുറക്കും. എപ്പോഴാണ്? ജാതികളുടെ ഈ പൂർണ്ണസംഖ്യ ചേരണം. ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ പണി എന്ന് പൂർത്തീകരിക്കുമോ അന്ന് നാം റാപ്ചറായി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിർത്തിവെച്ചിരിക്കുന്ന ഈ ദൈവരാജ്യ പദ്ധതിക്ക് വേണ്ടി ദൈവം 2 സാക്ഷികളെ എഴുന്നേൽപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ. അല്ലെങ്കിൽ 144,000 പേരെ ആ മുദ്രയിട്ട് വേർതിരിക്കുന്നു. ഇവരെയെല്ലാം വേർതിരിച്ചുകൊണ്ട് ലോകത്തിന്റെ അറുതി വരെയും ഈ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും. അപ്പോൾ അന്ത്യമാകുമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ ആ കാര്യങ്ങളൊക്കെയും റാപ്ചറിന് ശേഷം മഹാപീഡനത്തിന്റെ ആ കാലയളവിലും അതിനുശേഷവും സംഭവിച്ച് അത് നിവൃത്തിയിലേക്ക് വരും. ദൈവരാജ്യം ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിക്കും. 1000 സംവത്സരം യഹൂദന്മാർ അല്ലെങ്കിൽ ആ രാജ്യത്തിലേക്ക് കയറുവാൻ ഭാഗ്യം ലഭിച്ചവർ കയറും. അവർക്ക് 1000 ആണ്ടിൽ പ്രവേശനം ലഭിക്കുന്നതിലും ചുരുങ്ങിയത് 7 വർഷം മുൻപെങ്കിലും ബോഡി ഓഫ് ക്രൈസ്റ്റ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഈ സ്വർഗീയ സത്യങ്ങൾ എൻ്റെ പ്രിയമുള്ളവർ മനസ്സിലാക്കണം. ഇതാണ് പത്രോസ് പറഞ്ഞത്. അതാണ് പ്രവാചകന്മാരുടെ അക്കോർഡിംഗ് ടു ദി പ്രൊഫസി പ്രോഗ്രാം. പൗലോസ് പറയുന്നു, അതല്ല. ഇത് അക്കോർഡിംഗ് ടു ദി പ്രൊഫസി അല്ല, അക്കോർഡിംഗ് ടു ദി മിസ്റ്ററി റെവലേഷൻ. മറഞ്ഞിരുന്നൊരു മാർമിക സത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്കാണ് അത് മറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇത് മറഞ്ഞിരിക്കരുത്. ഇതിന്റെ ശ്രേഷ്ഠത എന്തെന്ന് തെളിയിച്ചു കൊടുക്കുവാൻ പൗലോസിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ഈ അന്ത്യകാലത്ത് നമ്മിലേക്കും ദൈവം ആ പ്രകാശം തന്നിട്ട് പൗലോസിലൂടെ കൊടുത്ത ഈ സുവിശേഷം, മനസ്സിലായോ? ഈ സത്യം നമ്മൾ ലോകത്തോട് അറിയിക്കുകയാണ്. എന്നിട്ട് ദൈവവചനം പറയുകയാണ്, ഇത് നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഇത് നശിച്ചു പോകുന്നവർക്ക് മറഞ്ഞിരിക്കുകയാണ്. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പിടുത്തം കിട്ടുന്നില്ല എങ്കിൽ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നു. കണ്ടോ? ഞാൻ ഈ പറയുന്ന മിസ്റ്ററി ഗോസ്പൽ, അക്കോർഡിംഗ് ടു ദി മിസ്റ്ററി റെവലേഷൻ, അത് മനസ്സിലാകുന്നില്ല എങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന് ദൈവവചനമാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത് നിങ്ങളാരും മനസ്സിലാക്കാതെ പോകരുത്. നമുക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് ഇന്ന് ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട. ഈ ഒരു ക്ലാസ്സിൽ കേൾക്കുന്ന ആ പൗലോസിലൂടെ വെളിപ്പെട്ട സുവിശേഷമുണ്ടല്ലോ, ഇന്ന് ദൈവ രക്ഷയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ആ രക്ഷയുടെ സുവിശേഷം, കർത്താവിൻ്റെ കൃപയാൽ സൗജന്യമായി നാം രക്ഷിക്കപ്പെടുന്ന ഒരു സുവിശേഷം, കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആഴമായ വിശ്വാസവും സമർപ്പണവും എനിക്കും നിങ്ങൾക്കും ഇന്ന് സ്വർഗീയ പൗരത്വം നൽകുകയാണ്. ഇന്ന് പലരും UK-യിലേക്കും ലണ്ടനിലേക്കും അല്ലെങ്കിൽ അമേരിക്കയിലേക്കും ഒക്കെ ചേക്കേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അനേകം പണം മുടക്കി, അനേകം റിസ്ക് എടുത്ത് അവിടെ എന്തോ സ്വർഗമാണ് എന്ന് കരുതി എല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. പോകുന്നവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. എന്നാൽ ഇവിടെ ഇതാ സൗജന്യമായൊരു സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ട് ഈ സുവിശേഷം നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കാണെന്നാണ് പറയുന്നത്. വളരെ ആത്മഭാരത്തോടു കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് ഈ സുവിശേഷം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ
നിങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ. പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വിളിയാലുള്ള ആശ, ദൈവം നമ്മെ എന്തിനു വേണ്ടി വിളിച്ചുവെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുവാൻ ആന്തരിക നേത്രമൊന്ന് പ്രകാശിക്കണമേ ദൈവമേ എന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ആന്തരിക കണ്ണുകളെ തുറന്നാലാണ് നമുക്ക് ഈ സത്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നെ കേൾക്കുന്ന ഏതൊരു പ്രിയപ്പെട്ടവരും എവിടെ ഇരുന്ന് കേൾക്കുന്നവരായാലും, എനിക്ക് താങ്കളെ വ്യക്തിപരമായി അറിയില്ല, താങ്കൾക്ക് എന്നെയും വ്യക്തിപരമായി അറിയില്ല, എങ്കിലും ഞാൻ ഈ പറയുന്ന സുവിശേഷം സത്യമാണോ എന്ന് വചനാടിസ്ഥാനത്തിൽ പരിശോധിച്ച് നമ്മുടെ രക്ഷയെ ഉറപ്പുവരുത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് സ്നേഹത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്.